അല്ല, ഒരു ബസ്സിന് പോയി എന്ന് പറയുന്നതിന്റെ മുമ്പ് അതിന്റെ പോലെ ബസ്സായിട്ട് ഇങ്ങനെ വരുന്നോണ്ടിരിക്കുന്ന കാലാണ്. അങ്ങനെ ഒരു കാലം ഇല്ലാത്തൊരു കാലം ഉണ്ടായിരുന്നു. അക്കാലത്താണ് ഈ സാധു പാണക്കാട്ട് വന്ന് ഐക്കല്ല് മേടിക്കാൻ വന്നത്. ഈ മനുഷ്യൻ പറഞ്ഞു, തകളുപ്പാപ്പ അടുത്ത ചൊവ്വാഴ്ച ഞാൻ വരുമ്പോ നീ അടുത്ത ചൊവ്വാഴ്ച ഐക്കല്ല് തരാന്ന് പറഞ്ഞു. അയാൾ വളരെ നേരത്തെ തന്നെ അടുത്ത ചൊവ്വാഴ്ച പാണക്കാട് കൊട്ടപ്പനക്കൽ തറവാട്ടിലെ വട്ടമേശയുടെ അടുത്തെത്താൻ വന്ന് ക്യൂ നിന്നു. എത്തി മെല്ലെ എത്തിയപ്പോഴേക്കും കുറച്ച് സമയം കഴിഞ്ഞു. അപ്പൊ പറഞ്ഞു, ഞാൻ കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നിട്ട് ഐക്കല്ല് തരാന്ന് പറഞ്ഞ് മടക്കി വിട്ട ആളാണ്. ഓതെ, എന്നാ പിന്നെ ഐക്കല്ലായിക്കോട്ടെ എന്ന് പറഞ്ഞ് തങ്ങൾ മേശപ്പുറത്തിരിക്കുന്ന ഒരു കടലാസിൽ എന്തോന്ന് എഴുതി അതിങ്ങോട്ട് ചുരുട്ടിയിട്ട് ഇതാണ് കൊണ്ടേക്കോന്നു. അപ്പൊ അയാളുടെ കൺസെപ്റ്റിൽ ഐക്കല്ല് എന്ന് പറഞ്ഞാൽ സുലാസി, ഹുമാസി, സുദാസി, റുബായി, അങ്ങനെ മൊയ്യക്കന്മാർക്ക് കുറെ കളം വരക്കലൊക്കെ ഉണ്ട്. 6 കളം, 3 കളം, 4 കളം, 5 കളം, അത് കാട് അബുജദ് കുത്തി, അവത് കുത്തി, കലവൽ സാഹഫസ് കണക്കൊക്കെ എടുത്തിട്ട് എഴുതിയിട്ട് അതിനാകെ ജുമരുൽ സഹീറുലും ജുമരുൽ കബീറിലും കൂട്ടി അരിച്ച് ഗണിച്ച് കുടിച്ച് അങ്ങനെയൊക്കെയുള്ള അസ്മായിന്റെ കിതാബൊക്കെ നോക്കിയിട്ട് ഒരു 1.5 ദിവസം ഇരുന്നിട്ട് വേണം ഒരു ഐക്കല്ല് ഉണ്ടാക്കി അതൊരു കൂട്ടിലാക്കിയിട്ട് അവിടെ ഇവിടെയും മെഴുകൊട്ടിച്ചിട്ട് ഒരു തടിച്ച സാധനം. അതാണ് ഇയാളുടെ കൺസെപ്റ്റിൽ ഐക്കല്ല്. ഇത് വന്ന ഉടനെ തന്നെ ചെറിയൊരു കടലാസ് എടുത്തിട്ട് എന്താന്ന് എഴുതിയിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഇതാണ് ഇവിടേക്കെന്ന് പറഞ്ഞപ്പോ അയാളുടെ മനസ്സിൽ തോന്നി, തങ്ങൾ എന്നെ, ഞാനൊരു പാവപ്പെട്ടവനായതുകൊണ്ട് വലിയ വിലയൊന്നും വെച്ചില്ല. വലിയ മുതലാളിമാരൊക്കെ വരുമ്പോ തങ്ങള് വലിയ ബഹുമാനത്തിൽ അവർക്ക് വലുതൊക്കെ കൊടുത്തിട്ട് എനിക്ക് ഈ കടലാസിനെ തന്നത്. മേടിച്ച് പാണക്കാട് കൊടപ്പനക്കലെ വീട്ടിന്റെ അപ്പുറത്തേക്ക് കടന്നിട്ട് ഒന്ന് പൊളിച്ചു നോക്കി, ഇതിന്റെ ഉള്ളിൽ എന്താ ഉള്ളത്? സാധു, ഒന്നുമില്ല, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അത്ര മാത്രമേ ഉള്ളൂ. ഇത് തിരിച്ചു വന്നിട്ട് തങ്ങളോട് പറഞ്ഞു, താളുപ്പാപ്പ, ഈ ഒരു ബിസ്മിക്ക് വേണ്ടിയാണോ ഞാൻ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച വന്നത്? എനിക്കറിയാത്ത കാര്യമാണ് ഇപ്പൊ ബിസ്മി. ഞാൻ വിചാരിച്ച ഐക്കല്ല് ഇതല്ലല്ലോ. പാണക്കാട് പൂക്കോയത്തങ്ങൾ പറഞ്ഞു, എന്നാ ഈ ബിസ്മിയുടെ കഴിവ് നിനക്ക് കാണണോ? ബിസ്മിയുടെ കഴിവ് കാണിച്ച ഒരുപാട് ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട ഇമാമുനാ ശാഫിഈ റളിയല്ലാഹു അൻഹു ഒരു ഗ്ലാസ് വെള്ളത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലിയിട്ട് അല്ലാഹുമ്മ ഇശ്ഫി എന്ന് ചൊല്ലി അങ്ങ് മന്ത്രിച്ചിട്ട് ആ വെള്ളപ്പാത്രം ഇങ്ങ് പിടിച്ചാൽ അതിലെ ഒരു തുള്ളി വെള്ളം പോലും കീപ്പോട്ട് പോകില്ല കേട്ടോ. മസ്മരിസമല്ല, കൺകെട്ടല്ല, ജാലവിദ്യയല്ല. അത് അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലാഹു തആല കൊടുക്കുന്ന അപാരമായിരിക്കുന്ന കറാമത്താണ്. വിശ്വാസമുള്ളവർക്ക് അത് കറാമത്തെന്ന് വിളിക്കാം. അതിന് അമ്പിയാക്കളുടെ പക്ഷത്തുനിന്നാകുമ്പോ അതിന് മുഅ്ജിസത്തെന്ന് വിളിക്കാൻ ഒന്ന് തന്നെയാണ്. പാണക്കാട് കൊടപ്പനക്കല PMS മറുകും പൂക്കോയത്തങ്ങൾ ഉപ്പാപ്പ ആ ഐക്കല്ലിങ് വാങ്ങിച്ചിട്ട് പെരയുടെ പുറകുവശത്തേക്ക് ഈ മനുഷ്യനെ വിളിച്ചിട്ട് പറഞ്ഞു, ഈ ഐക്കല്ലിന്റെ കറാമത്ത് നിനക്കിപ്പോ കാണിച്ചു തരാ. തൊട്ടടുത്ത് നിൽക്കുന്ന ഒരു ആടിന്റെ കഴുത്തിൽ ആ ഐക്കല്ലങ്ങ് കെട്ടി ഒരു വലിയ മുണ്ടമ്പടിയെടുത്തു, ഇയാളുടെ കൈ കൊടുത്തിട്ട് പറഞ്ഞു, ആ ആടിനങ്ങ് അടിച്ചോ, പറ്റുന്ന രൂപത്തിൽ അടിച്ചോ. തന്റെ കയ്യിലുള്ള വടിയെടുത്ത ഇയാളെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ആടിനടിച്ചു നോക്കി. എങ്ങനെ അടിച്ചാലും ആടിനടി കൊള്ളുന്നില്ല. ആട് സുഖമായി അവിടെ നിന്നുകൊണ്ട് മുഖത്ത് നോക്കിക്കൊണ്ട് പരിഹാസ രൂപേന നമ്മുടെ നാട്ടിലെ തെരുവ് പട്ടികൾ ഇന്ന് നമ്മൾ നോക്കി പല്ലുലിക്കുന്ന പോലെ പല്ലുലിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ നായ്ക്കളൊക്കെ ഇപ്പൊ നമ്മളെ കാണുമ്പോൾ വലിയ ധൈര്യത്തിൽ എണ്ണത്തോടില്ല. കാരണം മേനകാ ഗാന്ധി അവിടെ ഉണ്ട്. KT ജലീൽ പറയണു കൊല്ലാം, മേനകാഗാന്ധി പറയണു കൊല്ലും തോറും കടി കൂടുന്നാ പറഞ്ഞു. അതാണ് എനിക്ക് മനസ്സിലാവാത്തത്. മഫ്ഹൂമ മുഖാലഫ. അപ്പൊ ചത്തമായി പിന്നെയും കടിക്കോ? കൊല്ലും തോറും കടി കൂടുന്ന മേനകാഗാന്ധിയുടെ ഫത്വ. ജലീല് പറയുന്നതോ ഉപദ്രവകാരിയായ നായയെ കൊല്ലാം, ഉപദ്രവകാരിയായ എന്തിനേയും കൊല്ലാമെന്നുള്ളത് ഇന്റർനാഷണൽ ലോയാണ് മിസ്സിസ് ഗാന്ധി. അത് മനസ്സിലാക്കണം നിങ്ങൾ. അത് ഇന്റർനാഷണൽ ലോയാണ്. ഉപദ്രവകാരിയായ എന്തിനേയും കൊല്ലാം. അത് റസൂലുള്ള ലോകത്ത് എക്സ്പ്ലെയിൻ ചെയ്തു നേരത്തെ. മൻ റആ മിൻകും ഹയ്യത്തൻ ഫലം യഖ്തുൽഹു ഫലൈസ മിന്നാ. നിങ്ങളിൽ നിന്ന് ഉപദ്രവകാരിയായ ഒരു പാമ്പിനെ ഒരാൾ ഒരു വഴിക്ക് വെച്ച് കണ്ടു. ആ പാമ്പ് കടിച്ചിട്ട് ആളുകൾ ചത്തുപോകാൻ സാധ്യതയുണ്ട്, മരിച്ചു പോകാൻ സാധ്യതയുണ്ട്. അവനെ കണ്ടിട്ട് ആരെങ്കിലുമൊക്കെ കടിച്ച് ചത്തുപോയിക്കോട്ടെ, എന്റെ കാര്യം കഴിച്ചിലായാലോ എന്ന് വെച്ചവൻ പോയാൽ ഫലൈസ മിന്നാ, അവൻ നമ്മളിൽ പെട്ടവനല്ല. കാരണം മറ്റുള്ളവർക്ക് ഉപദ്രവമുണ്ടാകുന്നത് തന്റെ ഉപദ്രവമായി കാണണമെന്ന് ലോകത്ത് പഠിപ്പിച്ച പ്രത്യായ ശാസ്ത്രമാണ് ഇസ്ലാം. ആവട്ടെ, പാണക്കാട് PMS പൂക്കോയ തങ്ങൾ ഉപ്പാപ്പ ഈ ആടിനെ തല്ലാൻ വേണ്ടി പറഞ്ഞു. ഈ മനുഷ്യന്റെ കയ്യിൽ മുണ്ടം വടി കൊടുത്തു, അടി തുടങ്ങി. ആടിന്റെ മുകളിൽ അടി കൊള്ളുന്നില്ല. ആടിങ്ങനെ സുഖായി നിൽക്കുക, ഒന്നും മിണ്ടുന്നില്ല. ഇയാൾ തളർന്നു, കഴിഞ്ഞൊഴിച്ചു.
കഴിഞ്ഞു. എന്നാൽ ആ വടിയുണ്ട് കേട്ട് മാറ്റിവെച്ചു. ആടിന്റെ കഴുത്തിൽ കിടക്കുന്ന ഹൈക്കൽ ഊരിമാറ്റി. എന്നിട്ടൊരു ചെറിയ വടി കൊടുത്തു. ഇനി വലിയ വടി കൊണ്ടെടുത്താൽ ചിലപ്പോൾ ആടുണ്ടാവില്ല, അറക്കാണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ വടി കൊടുത്തു. ഒന്ന് അടിച്ചോക്കെ പറഞ്ഞു. ഒരൊറ്റ അടി, ആട് ബേ എന്ന് പറഞ്ഞു, ഒറ്റ ഓട്ടം. അപ്പൊ ഇയാള് പറഞ്ഞു, താങ്കൾ പാപ്പ എനിക്കത് തന്നെ മതി. താങ്കളിപ്പോ പറഞ്ഞു, ഈമാനു മർഇല്ലാ യകൂനു തകാമുല ഹത്താ യറാനസൽ ബിഇബിലിൻ മുസ്സിലാ തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദത്തിന. എല്ലാത്തിന്റെയും അടിസ്ഥാനപരമായ ഘടകം ഈമാനാണ്, അവിശ്വാസമാണ്, തഖ്വയാണ്. ആരെക്കൊണ്ടുള്ള വിശ്വാസം? അല്ലാഹുവിനെ കൊണ്ടുള്ള വിശ്വാസം. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളെ കൊണ്ടുള്ള വിശ്വാസം, അല്ലാഹുവിന്റെ മലായിക്കത്തിനെ കൊണ്ടുള്ള വിശ്വാസം, അല്ലാഹുവിന്റെ അംബിയാ മുർസലീങ്ങളെ കൊണ്ടുള്ള വിശ്വാസം. ഞാനിത് പറഞ്ഞു വന്നത് പ്രിയപ്പെട്ടവരെ, ആ പാണക്കാട് PMS പൂക്കോയത്തങ്ങൾ കാണിച്ചു തന്ന പ്രസ്ഥാനമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത്. അവിടെ ഐക്കല്ല് വിറ്റിട്ടുണ്ട്, അവിടെ മന്ത്രവാദം നടത്തിയിട്ടുണ്ട്, അവിടെ മന്ത്രിച്ച് വെള്ളം കൊടുത്തിട്ടുണ്ട്, അവിടെ ചരട് മന്ത്രിച്ചു